6th ചാപ്റ്റർ ഡിവിഡൻഡ് ഡിസിഷൻ. അതിൽ പറയണത് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. They are the suppliers of capital in a company. Naturally, they expect some return on their investment. This return on shareholders' investment is called dividend. ഒരു കമ്പനീൻ്റെ ഓണർ എന്ന് പറയുന്നത് എപ്പോഴും ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. അവർ കമ്പനിയിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ട് മാത്രമാണ് ആ കമ്പനി എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ അവർക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷിന് അവരെപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണമെന്നുണ്ട്. ഈ റിട്ടേൺ ആണ് എന്ത് പറയുന്നത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. കമ്പനി നേടിയ പ്രോഫിറ്റ് മുഴുവനും, അപ്പം നമ്മൾ കമ്പനി കിട്ടിയ പ്രോഫിറ്റ് മുഴുവനും ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന് മുഴുവനും കൊടുക്കില്ല. അത് നമ്മൾ എന്ത് ചെയ്യും, ഭാവിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കും, കുറച്ച് എന്ത് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്തും കൊടുക്കും. അപ്പോൾ ഭാവിയിലേക്ക് മാറ്റി വെക്കുന്നതിന് റിട്ടേൺഡ് ഏർണിങ്സും കുറച്ച് ബാക്കി നമ്മൾ എന്താ ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പോർഷനാണ് എന്ത് പറയുന്നത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് മീനിങ് ഓഫ് ഡിവിഡൻഡ് ഡിസിഷൻ എന്നാണ് പറയുന്നത്. ദ മാനേജ്മെൻറ്റ് ഹാസ് ടു ഡിസൈഡ് വാട്ട് portion of the earnings should be distributed. The decision is called dividend decision. അപ്പോൾ മാനേജ്മെൻറ്റ് തീരുമാനിക്കുകയാണ് ഇത്ര പോർഷൻസ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. അങ്ങനെ മാനേജ്മെൻറ്റ് ഒരു ഡിസിഷൻ എടുക്കുക, ഷെയർ ഹോൾഡേഴ്സിന് ഇത്ര പോർഷൻസ് കൊടുക്കുക. ആ തീരുമാനത്തെയാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് മീനിങ് ഓഫ് ഡിവിഡൻഡ്, അത് നേരത്തെ തന്നെ പറഞ്ഞു. എത്രയാണോ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൽ നിന്ന്, ആ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരിക. ആ പ്രോഫിറ്റിൽ നിന്ന് എത്രയാണോ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് എത്ര പോർഷനാണോ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്, ആ പോർഷൻസ്, ആ റിട്ടേൺ, ആ റിവാർഡ്, അതിനൊക്കെ പറയുന്ന പേരാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓർ ഫോംസ് ഓഫ് ഡിവിഡൻഡ്. നമുക്ക് ഡിവിഡൻഡ് ടൈപ്പിനെ 5 തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ക്യാഷ് ഡിവിഡൻഡ്, സെക്കൻഡ് സ്റ്റോക്ക് ഡിവിഡൻഡ്, തേർഡ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്, ഫോർത്ത് ബോണ്ട് ഡിവിഡൻഡ്, ഫിഫ്ത്ത് പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ഫസ്റ്റ് വണ് ക്യാഷ് ഡിവിഡൻഡ്. ക്യാഷ് ഡിവിഡൻഡ് നമ്മൾ ക്യാഷായിട്ട് ഡിവിഡൻഡ് കൊടുക്കുക. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത് നല്ല പ്രോഫിറ്റ് കിട്ടി, അപ്പോൾ നമ്മൾ ക്യാഷായിട്ട് നേരിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നതിനെയാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. പണം രൂപത്തിൽ നൽകുന്ന ഡിവിഡൻഡുകളാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ക്യാഷായിട്ട് ഡിവിഡൻഡ് കൊടുക്കുക, അതാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ക്യാഷ് ഡിവിഡൻഡിനെ റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡും ഇൻ്ററിം ഡിവിഡൻഡ് അങ്ങനെ 2 തരംതിരിച്ചിട്ടുണ്ട്. റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡും ഇൻ്ററിം ഡിവിഡൻഡ് 2 തരംതിരിച്ചിട്ടുണ്ട് നമ്മൾ ക്യാഷ് ഡിവിഡൻഡിന്. അതിൽ ഫസ്റ്റ് റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇയർ എൻഡിൽ കൊടുക്കുന്ന ഡിവിഡൻഡാണ് റെഗുലർ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇയർ എൻഡ് മീൻസ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡൊക്കെ അവസാനിച്ച ശേഷം കൊടുക്കുന്ന ഡിവിഡൻഡാണ് റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ്. ഇൻ്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇയർ ഓഫ് മിഡിൽ ഡിവിഡൻഡ്, നമ്മൾ ഒരു വർഷത്തിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ഡിവിഡൻഡാണ് ഇൻ്ററിം ഡിവിഡൻഡ്. ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നൽകുന്ന ഡിവിഡൻഡാണ് ഇൻ്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് സ്റ്റോക്ക് ഡിവിഡൻഡ്. സ്റ്റോക്ക് ഡിവിഡൻഡ് കമ്പനിക്ക് ക്യാഷ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, കമ്പനിക്ക് ക്യാഷായിട്ട് കൊടുക്കാൻ കയ്യിൽ ക്യാഷായിട്ട് കൊടുക്കാൻ ഡിവിഡൻഡ് ഇല്ല എങ്കിൽ അവരെന്ത് ചെയ്യും, കമ്പനി അവർക്ക് ഒരു ഷെയറും കൂടി എക്സ്ട്രാ കൊടുക്കും. അത് ഓൾറെഡി അവർക്ക് ഷെയർ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ഡിവിഡൻഡിൻ്റെ എത്രയാണോ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നത് അത് ആ ക്യാഷിൻ്റെ അതിനനുസരിച്ച് ഷെയറായിട്ട് ഡിവിഡൻഡ് കൊടുക്കും. അതാണ് സ്റ്റോക്ക് ഡിവിഡൻഡ്. മൂന്നാമത്തതാണ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് കമ്പനിക്ക് ക്യാഷായിട്ട് ഡിവിഡൻഡ് കൊടുക്കാനില്ല എങ്കിൽ അവരൊരു മെച്യൂരിറ്റി പീരീഡ് വെക്കും. 6 മാസം കഴിഞ്ഞിട്ട്
1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഡിവിഡൻഡ് തന്നോളാന്ന് കമ്പനി ഒരു മെച്യൂരിറ്റി പീരീഡ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഡിവിഡൻഡ് കൊടുക്കും. അതാണ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. നാലാമത്തതാണ് ബോണ്ട് ഡിവിഡൻഡ്. ചില റെയർ സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷായിട്ട് കൊടുക്കുന്നതിന് പകരം കമ്പനി ഡിബഞ്ചറുകളോ അല്ലെങ്കിൽ ബോണ്ടായിട്ടോ ഇത് കൊടുക്കുക, ഡിവിഡൻഡ് കൊടുക്കുക. അഞ്ചാമത്തതാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ്. കമ്പനി ക്യാഷായിട്ട് ഡിവിഡൻഡ് കൊടുക്കാനില്ല എങ്കിൽ എന്ത് ചെയ്യും, ആ കമ്പനി അസറ്റുകളായിട്ട് കൊടുക്കുക. അപ്പോൾ അസറ്റുകൾ മീൻസ് ക്യാഷ് അല്ലാത്ത അസറ്റ് രൂപത്തിൽ ഡിവിഡൻഡ് കൊടുക്കുന്നതാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ് പറഞ്ഞത്. അതിൽ അസറ്റുകൾ ലാൻഡോ ബിൽഡിങ്ങോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പർട്ടി ഡിവിഡൻഡായി കൊടുക്കുന്നതാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് dividend policy. The basic question before the board of directors is how much the profit should be dividend among shareholders and how much the to be retained earnings the business as reserves. എന്ത് ചെയ്യുക, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് തീരുമാനിക്കാം. ഇപ്പോൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു നയം വെക്കും. എന്ത് ചെയ്യാം, എത്ര നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്, ബിസിനസ് കിട്ടിയ പ്രോഫിറ്റിന് എത്ര ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, എത്ര റീറ്റെയിൻഡ് ഏർണിങ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അങ്ങനെ ഒരു പോളിസി, അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിനെയാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. കമ്പനി പ്രോഫിറ്റ് നേടിയതിന് ശേഷം എത്ര പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് നൽകണം, എത്ര ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണം, ഈ തീരുമാനമാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഡിവിഡൻഡ് മീനിങ് ഓഫ് ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്ന ഡിവിഡൻഡ് എമൗണ്ടും കമ്പനിക്ക് എത്ര റീറ്റെയിൻഡ് ഏർണിങ്സ് സൂക്ഷിക്കാം, അങ്ങനെയൊക്കെ ഒരു പോളിസി എടുക്കുന്നതാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഓർ ഡിറ്റർമൈൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി. ഡിവിഡൻഡ് പോളിസിയെ ബാധിക്കുന്ന ഘടകങ്ങൾ രണ്ടെണ്ണാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും സെക്കൻഡ് വൺ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സും. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ ഉള്ളിൽ ഡിവിഡൻഡ് പോളിസിയെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെബിലിറ്റി ആൻഡ് സെയിൽസ് ഓഫ് ഏർണിങ്സ്. പ്രോഫിറ്റിൻ്റെ സ്റ്റെബിലിറ്റിയും അതിൻ്റെ സെയിൽസും വലിപ്പം എങ്ങനെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് പോളിസി എങ്ങനെ നടപ്പിലാക്കാമെന്ന് നോക്കാം. അതിൽ ഇപ്പോൾ കമ്പനി പ്രോഫിറ്റ് സ്ഥിരമായി ലഭിച്ചാൽ നമ്മൾ ഡിവിഡൻഡ് കൂടുതലായി കൊടുക്കുക. കമ്പനിയുടെ പ്രോഫിറ്റ് അൺസ്റ്റേബിൾ ആണ് എങ്കിൽ ഡിവിഡൻഡ് കുറയുന്ന പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ബിസിനസ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടി, അപ്പോൾ നമ്മൾ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുക. നമ്മൾ കമ്പനി കുറച്ച് പ്രോഫിറ്റ് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഡിവിഡൻഡ് കൊടുക്കും. അപ്പോൾ കമ്പനീൻ്റെ പ്രോഫിറ്റിനെയും അതുപോലെ തന്നെ കമ്പനീൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിവിഡൻഡ് പോളിസി നമുക്ക് കൊടുക്കുന്നതിൽ മാറ്റം വരാമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് ലിക്വിഡിറ്റി ഓഫ് ഫണ്ട്. ലിക്വിഡിറ്റി ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ ആ ബിസിനസ് എന്തെങ്കിലും നഷ്ടം വന്നാൽ, ബിസിനസ്സിന് എന്തെങ്കിലും ലയബിലിറ്റി വന്നാൽ അത് ആ ബിസിനസ്സിന് ഏൽക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതിനെയാണ് ലിക്വിഡിറ്റി ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇപ്പോൾ കമ്പനിക്ക് ഏൽക്കാനുള്ള കഴിവില്ല, കാരണം റീറ്റെയിൽ ഭാവിയിലേക്ക് കമ്പനിയിൽ എത്ര പൈസ സൂക്ഷിച്ച് വെച്ചിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ബിസിനസ്സിൽ കിട്ടുന്ന പ്രോഫിറ്റ് റിട്ടേൺഡ് ഏർണിങ്സ് ആക്കി മാറ്റി വെക്കാം എന്നാണ് പറയുന്നത്. അഥവാ നമുക്ക് ഒരു ബിസിനസ്സിൽ ലയബിലിറ്റി ഏൽക്കാനുള്ള കഴിവുണ്ട്, റിട്ടേൺഡ് ഏർണിങ്സ് ഭാവിയിലേക്ക് വേണ്ടി കുറേ ക്യാഷൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഡിവിഡൻഡ് കൊടുക്കാമെന്നാണ് ലിക്വിഡിറ്റി ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ്. എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീനും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇഷ്ടവും ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസും എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും മാനേജ്മെൻറ്റ് ബാലൻസ് പാലിക്കണം എന്നാണ് പറയുന്നത്. ബാലൻസ് ചെയ്യണം. കാരണം ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് വേണമെന്നും ആഗ്രഹിക്കും, അതുപോലെ തന്നെ
ഗ്രോത്തിനായി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ എന്ത് ചെയ്യുക, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു. അങ്ങനെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം. അത് ഡിവിഡൻഡ് കൊടുക്കാനുള്ള ഒരു പ്രിഫറൻസ് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നാൽ റീറ്റെയിൻഡ് ഏർണിങ്സിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുള്ള പ്രോഫിറ്റ് മാറ്റി വെക്കണം തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് 4ാമത്തേതാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ് ടുവാർഡ്സ്, മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണ മനോഭാവം. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ കമ്പനീൻ്റെ കൺട്രോൾ നഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഫിനാൻസ് കുറച്ച് മാത്രം ഉപയോഗിക്കും. അതുവഴി നമുക്ക് എന്തെങ്കിലും ഏർണിങ്സ് റീറ്റെയിൻഡ് ചെയ്യും, ഡിവിഡൻഡ് കൊടുക്കുകയും ചെയ്യില്ല. അപ്പോൾ എക്സ്റ്റേണൽ ഫിനാൻസ് കുറച്ച് മാത്രം ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബിസിനസ്സിൻ്റെ ഭാവിയിലേക്ക് റീറ്റെയിൻഡ് ഏർണിങ്സിന് കൂടുതൽ ക്യാഷ് ചിലവാക്കും, ക്യാഷ് വെക്കും. ഡിവിഡൻ്റായിട്ട് ഒന്നും കൊടുക്കില്ല, ഡിവിഡൻഡ് കൊടുക്കുന്നത് കുറയും തന്നെ പറയണത്. 5ാമത്തേതാണ് പാസ്റ്റ് ഡിവിഡൻഡ് റേറ്റ്. പാസ്റ്റ് ഡിവിഡൻഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഫേം ആണെന്നുണ്ടെങ്കിൽ അവർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എങ്ങനെയാണോ ഡിവിഡൻഡ് കൊണ്ടുപോയിരുന്നത് അതിനനുസരിച്ചായിരിക്കും എക്സിസ്റ്റിംഗ് ഫേമുകൾ യൂസ് ചെയ്യുക. പക്ഷേ ഈ ന്യൂ കമ്പനികളൊക്കെ എന്ത് ചെയ്യും, അവർ മറ്റുള്ള കമ്പനികളെ നോക്കിയിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ നോക്കും. നെക്സ്റ്റ് എബിലിറ്റി ടു ബോറോ. എബിലിറ്റി ടു ബോറോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഒരു വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ ലോണൊക്കെ എളുപ്പം ലഭിക്കും വലിയ കമ്പനികൾക്കൊക്കെ. അതിനാൽ ഡിവിഡൻഡ് കൂടുതലായി നൽകാൻ കഴിയും. അപ്പോൾ ലാർജ് ഫേം ആണെന്നുണ്ടെങ്കിൽ ഹൈ ഡിവിഡൻഡ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട് പറയുന്നത്. 7ാമത്താണ് നീഡ് ടു റീപേ ഡെപ്റ്റ്. അപ്പോൾ കടം തിരിച്ചടക്കേണ്ട ആവശ്യം ഉണ്ടായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ബിസിനസ്സിൽ നമ്മൾ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ബിസിനസ് നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റും ആ കടം വീട്ടാനുള്ള ബാധ്യത കമ്പനികൾക്കുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രിഫറൻസ് കൊടുക്കേണ്ടത് കടം വീട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കേണ്ട പേ ഔട്ട് കുറയും തന്നെ പറയണത്. 2ാമത്തെ ഫാക്ടർ, സെക്കൻഡ് വണ്ണാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. കമ്പനീൻ്റെ പുറത്ത് ഡിവിഡൻഡ് പോളിസിയെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് വണ്ണാണ് ട്രേഡ് സൈക്കിൾ. ട്രേഡ് സൈക്കിളിൽ നമുക്ക് ബിസിനസ് കണ്ടീഷൻസാണ്. നമുക്ക് ബിസിനസ് ചിലപ്പോൾ നല്ല പ്രോഫിറ്റ് ആയിരിക്കാം, ബൂം പറഞ്ഞ കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ ബിസിനസ് എപ്പോഴും നല്ല ലോസിലായിട്ടുള്ള ബിസിനസ് ആയിരിക്കാം, ചിലപ്പോൾ നോർമലായിട്ട് കൊണ്ടുപോയി. അപ്പോൾ നല്ല പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ലോസാണ് പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് കുറയും. നോർമലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈക്വലായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യും. അപ്പോൾ ട്രേഡ് സൈക്കിൾ എക്സ്റ്റേണൽ ഫാക്ടറിനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഇമ്പോർട്ടൻ്റ് ഘടകം തന്നെയാണ്. നെക്സ്റ്റാണ് ലീഗൽ റിക്വയർമെൻറ്റ്, നിയമപരമായ നിയന്ത്രണങ്ങൾ. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിനും നമുക്ക് കുറേ നിയമങ്ങൾ ഉണ്ട്. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാനുണ്ട് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊക്കെ. അപ്പോൾ ഡിവിഡൻറ്റിൻ്റെ പ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണാണ് എന്ത്, ഡിവിഡൻഡ് പ്രോഫിറ്റിൽ നിന്ന് മാത്രമുള്ളൂ കൊടുക്കാൻ പറ്റും, ഒരിക്കലും ക്യാപിറ്റലിൽ നിന്ന് നൽകാൻ പാടില്ല. സെക്കൻഡ്, കറൻറ്റ് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പാസ്റ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് നൽകാം. മൂന്നാമത്തേത് നമ്മൾ പ്രോഫിറ്റിൻ്റെ കുറഞ്ഞത് 10% റിസർവായി മാറ്റി വെക്കണം തന്നെ പറയുന്നത്. നെക്സ്റ്റ്, ഡിവിഡൻഡ് സാധാരണയായി ക്യാഷ് ആയിട്ട് തന്നെയാണ് നൽകേണ്ടത്. നെക്സ്റ്റ്, കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് ടാക്സ് ഇപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി, പക്ഷെ നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് കൂടുതൽ കൊടുക്കേണ്ട അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിവിഡൻഡ് കുറയും. കാരണം നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് കുറേ ടാക്സ് കൂടുതലായി പോകുമ്പോൾ ഡിവിഡൻഡ് കൊടുക്കേണ്ട പോർഷൻസ് കുറയാൻ ചാൻസ് ഉണ്ട്. ഇനി അഥവാ കോർപ്പറേറ്റ് ടാക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് അവിടെ പ്രോഫിറ്റിൽ കൂടുതൽ ഡിവിഡൻഡ് അവിടെ കൂടാനും സാധ്യത ഉണ്ടെന്ന് തന്നെ പറയുന്നത്. നെക്സ്റ്റ്, കണ്ടീഷൻ ഇൻ ദ ജനറൽ സ്റ്റേറ്റ് ഓഫ് എക്കോണമി. നമ്മൾ സാമ്പത്തിക സ്ഥിതി, ഇപ്പോൾ നമ്മളെ എക്കണോമി സ്റ്റേബിൾ അല്ല എങ്കിൽ ഒരു ബിസിനസ്സിൽ
നല്ല ഒരു ബിസിനസ്, നല്ലൊരു എക്കണോമി അല്ല, നല്ലൊരു സമ്പദ് വ്യവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ്സിലെ റിസ്ക് കൂടും. കമ്പനി സേഫ് ആയിട്ടുള്ള പോളിസി സ്വീകരിക്കും. കാരണം കമ്പനി എന്ത് ചെയ്യും, അത് അവരുടെ ആവശ്യങ്ങൾക്ക്, എക്കണോമിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അതുമായി നമ്മൾ ഡിവിഡൻഡ് കൊടുക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കണ്ടീഷൻ ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. അതുപോലെ തന്നെ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണോ, ക്യാപിറ്റൽ മാർക്കറ്റ് നല്ല നിലയിലാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പനീൻ്റെ ഫണ്ട് എളുപ്പം ലഭിക്കും, അതുമായി ഡിവിഡൻഡ് കൂടുതൽ നൽകും. അപ്പോൾ മാർക്കറ്റ് സ്ലംബാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എക്സ്റ്റേണൽ ഫിനാൻസ് നമുക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുവഴി നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്ന് മാറ്റി വെക്കും, ഡിവിഡൻഡ് കൊടുക്കുന്നത് കുറയും തന്നെ പറയും. നെക്സ്റ്റ് ഗവൺമെൻറ് പോളിസി, സർക്കാരിൻ്റെ നിയമങ്ങൾ കുറേ നമ്മൾ ഡിവിഡൻഡ് പോളിസിയിലുണ്ട്. അപ്പോൾ ഗവൺമെൻറ് പോളിസിയിൽ ബിസിനസ്സിനെ നേരിട്ട് തന്നെ ബാധിക്കും. കാരണം ഫിസിക്കൽ പോളിസി, ഇൻഡസ്ട്രിയൽ പോളിസി, ലേബർ ലോസ് ഇവ ചേഞ്ച് ആകുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് എന്ത് ഡിവിഡൻഡ് പോളിസിയും മാറ്റേണ്ടി വരും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് പോളിസി. ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് പോളിസി നമുക്ക് ഏഴ് ടൈപ്പാണുണ്ട് ഡിവിഡൻഡ്. ഫസ്റ്റ് വൺ ആണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. ദ സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻഡ് മീൻസ് കൺസിസ്റ്റൻസി ഇൻ ഡിവിഡൻഡ് പേയ്മെൻറ്റ്. ദ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഈസ് വൺ ഓഫ് ദ മെയിൻറ്റെയിൻ ദ റെഗുലാരിറ്റി ഈസ് ദ പേയിങ് സം ഡിവിഡൻഡ് ഇവൻ ത്രൂ ദ ഏർണിംഗ് ഫ്ലക്ച്വേഷൻ ഇൻ ദ ഇയർ ടു ഇയർ. എന്ത് ചെയ്യുക, വർഷം നമ്മൾ സ്ഥിരമായി ഡിവിഡൻഡ് കൊടുക്കുക. ഏണിങ്സ് മാറിയാലും പ്രോഫിറ്റ് എത്രയായിക്കോട്ടെ നമ്മൾ ഡിവിഡൻഡ് റെഗുലറായി കൊടുക്കുന്ന കുറേ ഡിവിഡൻഡ് പോളിസികളുണ്ട്. കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സ് സ്ഥിരമായി ഇൻകം നൽകാൻ ശ്രമിക്കും. അതാണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. സ്ഥിരമായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നതിനാണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. എത്ര പ്രോഫിറ്റ് ആയിക്കോട്ടെ, പ്രോഫിറ്റ് കുറഞ്ഞോട്ടെ കൂടിക്കോട്ടെ, പക്ഷെ നമ്മൾ വർഷം ഡിവിഡൻഡ് കൊടുക്കുന്ന ഡിവിഡൻഡ് പോളിസിയാണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. അതിൽ മൂന്നുണ്ട്. കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ. എന്ത് ചെയ്യുക, ഒരു പെർ ഷെയറിൽ ഡിവിഡൻഡ്, ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഡിവിഡൻഡ് വർഷം കൊടുക്കുന്നതിനെയാണ് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ഓഫ് ഏർണിങ്സ്. നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് എത്രയാണോ അതിൻ്റെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഡിവിഡൻഡായി കൊടുക്കുന്നതാണ് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ഓഫ് ഏർണിങ്സ്. മൂന്നാമത്തതാണ് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ്. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തത് പറയുന്നത്. ഇപ്പോൾ അതിന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ നേട്ടം എന്ന് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് എന്തിന് നല്ല അഡ്വാൻറ്റേജസുകളുണ്ട്. ഷെയർ ഹോൾഡേഴ്സിന് ഈ ഒരു സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഉണ്ട്. കാരണം ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂടാനും കമ്പനീൻ്റെ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കമ്പനിക്ക് കഴിയും, കമ്പനീൻ്റെ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷേ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റേബിൾ ഡിവിഡൻഡ് കഴിയും തന്നെ പറയുന്നത്. രണ്ടാമത്തതാണ്, അതിൽ കുറേ അഡ്വാൻറ്റേജസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, അഡ്വാൻറ്റേജ് ഓഫ് ടു കമ്പനിയൊക്കെ അത് നമുക്ക് വായിച്ച പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും തന്നെ പറയുന്നത്. രണ്ടാമത്തെ റെഗുലർ ആൻഡ് എക്സ്ട്രാ ഡിവിഡൻഡ് പോളിസി. എന്ത് ചെയ്യുക, കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് തന്നെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുക്കുക, എലോങ് വിത്ത് എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത്, റെഗുലർ ആൻഡ് എക്സ്ട്രാ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്ഥിരമായി ഓരോ വർഷവും ഫിക്സ്ഡ് ഡിവിഡൻഡ് പെർ ഷെയർ നൽകുന്നു. പ്രോഫിറ്റ് ഫ്ലക്ച്വേഷൻ ചെയ്താലും ഡിവിഡൻഡ് സെയിം തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഏർണിംഗ് സ്ഥിരമായി വളർന്നാൽ ഡിവിഡൻഡ് ഇൻക്രീസ് ചെയ്യും. സർപ്ലസ് ഇയറിൽ കമ്പനി ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് ഉണ്ടാകും തന്നെ പറയുന്നത് കേട്ടോ. മൂന്നാമത്താണ് റെഗുലർ ഓർ സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി. റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് നമ്മൾ എപ്പോഴാണ് കയ്യിൽ ക്യാഷ് ഡിവിഡൻഡ് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ഷെയർ കൊടുക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻഡ് പറഞ്ഞാൽ റെഗുലറായിട്ട് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കാതെ സ്റ്റോക്ക് ഓർ ഷെയർ ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന പോളിസിയാണ് റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. നാലാമത്താണ് റെഗുലർ ഡിവിഡൻഡ് പ്ലസ് സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി.
എന്ത് ചെയ്യുക, റെഗുലറായി ക്യാഷ് ഡിവിഡൻഡ് നൽകും. കൂടാതെ എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കും, എക്സ്ട്രാ സ്റ്റോക്ക് ഡിവിഡൻഡ് കൊടുക്കും. അതാണ് റെഗുലർ ഡിവിഡൻഡ് പ്ലസ് സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി. കമ്പനി റെഗുലർ ഡിവിഡൻഡ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും റീറ്റെയിൻഡ് ഏർണിങ്സ് ക്യാപിറ്റലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും ക്യാഷ് നൽകാൻ ഇല്ലാത്തപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അഡീഷണൽ ബെനിഫിറ്റും നൽകുക. എപ്പോഴാണ് ഈ പോളിസി നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്? കമ്പനി റെഗുലർ ഡിവിഡൻഡ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ക്യാപിറ്റലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, ക്യാഷ് നൽകാൻ കഴിയാത്തപ്പോഴൊക്കെ നമുക്ക് ഈ റെഗുലർ ഓർ ഡിവിഡൻഡ് പ്ലസ് സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി നമുക്ക് എടുക്കാവുന്നതാണെന്നാണ് പറയുന്നത്. അഞ്ചാമത്തതാണ് ഇറഗുലർ ഡിവിഡൻഡ് പോളിസി. കമ്പനീൻ്റെ ഏണിങ്സ് സ്ഥിരമല്ല എങ്കിലും നമ്മൾ ഈ ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യുക. പ്രോഫിറ്റ് കൂടുതലുള്ള വർഷം ഹൈ ഡിവിഡൻഡ് കൊടുക്കുക, പ്രോഫിറ്റ് കുറഞ്ഞുള്ള വർഷം ലോ ഡിവിഡൻഡ് കൊടുക്കുക. അങ്ങനെയൊക്കെ പ്രോഫിറ്റ് കൂടുതലുണ്ടാകുമ്പോൾ ഇപ്പോൾ രണ്ടും ഇങ്ങനെ ചേഞ്ചായി വരുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ഡിവിഡൻഡ് പോളിസി സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി. ശേഷിക്കുന്ന ലാഭത്തിൽ നിന്ന് മാത്രം ഡിവിഡൻഡ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കമ്പനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു, ആ ഓപ്പർച്യൂണിറ്റിക്കുള്ള ക്യാഷ് എടുത്ത്, അതുപോലെ തന്നെ അതിനുള്ള ക്യാഷൊക്കെ എടുത്ത് ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റും ചെയ്ത് ഒക്കെ കഴിഞ്ഞ് ബാക്കി ശേഷിക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് മാത്രം ഡിവിഡൻഡ് കൊടുക്കുന്നതാണ് റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോ ഡിവിഡൻഡ് പോളിസി. ഡിവിഡൻഡ് നൽകാത്ത നയം. കമ്പനി ഡിവിഡൻഡ് നൽകാതിരിക്കാൻ തീരുമാനിക്കാം. എങ്ങനെയൊക്കെ കാരണങ്ങൾ? ഫ്യൂച്ചർ ഗ്രോത്ത് എക്സ്പാൻഷനായി ഫണ്ടിൻ്റെ ആവശ്യം വരിക, വർക്കിംഗ് ക്യാപിറ്റൽ പ്രോബ്ലംസ്, പുതിയതായിട്ടുള്ള കമ്പനികൾ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് മുഴുവനും റീഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാതെ ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അതൊക്കെയാണ് പറയുന്നത് നോ ഡിവിഡൻഡ് പോളിസി എന്നതിൽ വരുന്നത്.